ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചു തരാം. ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ ഇത് അവിടെ കാണാൻ ട്രേഡ് റണ്ണിങ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 212.85 സ്ട്രൈക്ക്, 24,850 പുട്ട് ഓപ്ഷനാണ്, 212.85. അത് ജസ്റ്റ് ഒന്നുകൂടെ മാർക്ക് ചെയ്തേക്കാം. നമുക്ക് 212.85 അല്ലേ, 212.85, കുറച്ചും കൂടെ താഴേക്ക് വരണം. ഓക്കെ, അപ്പോൾ എൻട്രി ആ ഒരു ഏരിയയിലാണ് വന്നത്. SL നോർമലി വെക്കുന്ന പോലെ തന്നെ 6 പോയിൻ്റാണ്. ടാർഗറ്റ് 30 പോയിൻറ്റ്സ് ആണ് വെച്ചത്. SL ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കും, ടാർഗറ്റ് 30 പോയിൻറ്റ്സ് ആണ്. ടാർഗറ്റ് വളരെ ചെറിയ ചാർട്ട് കാണാമത്തെ വളരെ ചെറിയ ടാർഗറ്റായിട്ട് തോന്നുന്നത്. 1:5 ആണ് കറക്റ്റ്, എക്സാക്റ്റ് 1:5 ആയിട്ടുള്ള ഒരു ട്രേഡാണ്. സോ ടാർഗറ്റും SL ഒക്കെ സെറ്റാണ്. ടാർഗറ്റ് 242.85, 242.9 റേഞ്ചിലാണ്. SL നോക്കുകയാണെന്നുണ്ടെങ്കിൽ SL കറക്റ്റായിട്ട് 206.85 ആണ്. അതായത് കറക്റ്റ് 6 പോയിൻ്റാണ്. 206. അതിനോടും ഒരു കൂടിക്കൂടെ കുറച്ചുകൂടെ താഴേക്കായിരിക്കും. ഓക്കെ, സോ എൻട്രി എടുത്ത് ടാർഗറ്റ് വെച്ച് SL വെച്ച് എല്ലാം സെറ്റാണ്. എൻട്രി പുട്ട് ഓപ്ഷനിലാണ്, ബെയറിഷ് എൻട്രിയാണ്. മാർക്കറ്റ് നിഫ്റ്റി നല്ലൊരു ഫാളാണ് വന്നത്. ഇന്ന് ഫാൾ തന്നെ ചെയ്യുന്നെങ്കിലൊന്നുമില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ചെറിയ ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ താഴേക്ക് പോയിട്ട് പിന്നെ മാർക്കറ്റ് കയറാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഒരു ചെറിയ എൻട്രി കൺസിഡർ ചെയ്താണ്. അതുകൊണ്ട് തന്നെ വലിയ ടാർഗറ്റും കാര്യങ്ങളൊന്നും നോക്കില്ല. ജസ്റ്റ് ഒരു 1:5 30 പോയിൻ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ടാർഗറ്റ് വെച്ചു. എൻട്രി എടുത്ത ടൈം 9:33 അതായത് ഈ ഒരു ക്യാൻഡിൽ നിഫ്റ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഒരു ചെറിയ ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്ത് അതിൻ്റെ ഹൈ എടുത്തപ്പോഴാണ് എടുത്തത്. ഒരു ടിപ്പിലാണ് എൻട്രി എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല. എൻട്രി എടുത്തു, ടാർഗറ്റ് വെച്ച് SL വെച്ച് ഇനി വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ട്രേഡ് റണ്ണിങ് ആണ്, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വരവണ്ടിൽ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് അടിക്കുന്ന പോലെയാണുള്ളത്. 1 2 3 ആകെ 4 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് 3/4 ഭാഗത്തോളം കവർ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, കാരണം 30 പോയിൻ്റ് ടാർഗറ്റ് വെച്ചത് ചിലപ്പോൾ 29 പോയിൻ്റ് ആയിട്ട് തിരിച്ചു വന്ന് SL അടിച്ചെന്നൊക്കെ വരാം. അതൊക്കെ ട്രേഡിങ്ങിൽ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കലുണ്ട്. സോ ഇപ്പോൾ പ്രോഫിറ്റാണ് ഇപ്പോൾ ലോസാണ് വെച്ചിട്ട് ട്രേഡ് എൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ശരിക്കും മാർക്കറ്റ് ഇപ്പോൾ അടിയിലുള്ള കുറേ ലിക്വിഡിറ്റിയിലേക്ക് അവിടെ ടാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മേലേക്ക് പോകാനൊക്കെയാണ് ചാൻസ്, പക്ഷേ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ താഴേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ മേലേക്ക് പോകാനുള്ള ചാൻസ് തോന്നുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം ട്രേഡ് എന്താവുന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രേഡ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മേലെ കയറി, പിന്നെ SLൻ്റെ തൊട്ടടുത്ത് കയറിയപ്പോൾ SL ജസ്റ്റ് മിസ്സാക്കിയിട്ട് നല്ല രീതിയിൽ കയറി വന്ന് ഇപ്പോൾ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതിലടിക്കും, അതല്ലെങ്കിൽ തിരിച്ച് താഴെ പോയി SL അടിക്കുക. എല്ലാത്തിനും ചാൻസ് ഉണ്ട്. എന്തായാലും ഓക്കെ, നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കി നോക്കാം. ഓക്കെ, കറക്റ്റ് 4,500 ആണ്. അതായത് 1:5 30 പോയിൻറ്റ്സ് ആണ് കറക്റ്റായിട്ട് ബുക്ക് ചെയ്ത്. ടാർഗറ്റ് അങ്ങനെ വെക്കുന്നതിന് സ്ലിപ്പേജും കാര്യങ്ങളൊന്നും വരില്ല, കറക്റ്റായിട്ട് തന്നെ വരലുണ്ട്. 9:52 ടാർഗറ്റ് അടിച്ചത്. 9:33 എടുത്ത ട്രേഡാണ്. ഓൾമോസ്റ്റ് 20 മിനിറ്റ് കൊണ്ടാണ് 4,500 നമ്മൾ ബുക്ക് ചെയ്തത്. സോ ആ ഒരു ട്രേഡ് അവിടെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഒക്കെ താഴേക്ക് പോകാൻ മതിയാവും, ഡേലോ ഒക്കെ എടുക്കാൻ മതിയാവും. അത് കഴിഞ്ഞാൽ പിന്നെ മേലെ പോകാനാണ് ചാൻസ് ഒന്നും. എന്താ ഇങ്ങനെ ബെയറിഷായി താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ താഴേക്ക് പോകും. അതല്ല ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഡേലോയോ അല്ലെങ്കിൽ ഇതിൽ മാർക്ക് ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ഒരു ലെവലൊക്കെ അല്ല ആ ഒരു ലെവലൊക്കെ ടാപ്പ് കഴിഞ്ഞാൽ മേലേക്ക് വരാനുള്ള ചാൻസാണ് കാണുന്നത്. എന്തായാലും നോക്കാം. നമ്മൾ ടാർഗറ്റ് അടിച്ചത് നല്ല പെർഫെക്റ്റ് ടാർഗറ്റാണ്. അവിടെ നിന്ന് ഇനി പോകാറില്ല. ഡയലോഗ് എടുക്കുകയാണെങ്കിൽ ഇനി മേലെ പോയിരിക്കും പ്രീമിയം. പക്ഷെ എന്നാലും നമ്മളിപ്പം നിലവിൽ എക്സിറ്റ് അടിച്ചത് പെർഫെക്റ്റ് ഏരിയയിലാണ്. അവിടെ നിന്ന് നേരെ കുത്തനെ പ്രീമിയം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പം പുതിയൊരു ട്രേഡ് നോക്കണമെങ്കിൽ ഒന്നെങ്കിൽ മേലെ പോയിട്ട് ഇവിടേക്ക് എത്തണം, അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യണം. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേലേക്ക് ഒരു എൻട്രി നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൽ നോക്കി. ഇതൊരു 15 മിനിറ്റ് ലെവലാണ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ നല്ലൊരു ലെവൽ 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ
ഇനി നമുക്ക് മേലേക്ക് അപ്സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാം. അപ്സൈഡിലേക്ക് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ വലിയ ടാർഗറ്റൊക്കെ വെക്കാം, ഡേ ഹൈയോ അല്ലെങ്കിൽ മേലുള്ള ലെവലൊക്കെ വെക്കാം. പക്ഷേ നമ്മൾ അത്ര വലുതിലേക്കൊന്നും പോകുന്നില്ല. തൽക്കാലം ചെറിയ ടാർഗറ്റ് 30 പോയിൻറ്റ്സ് തന്നെ വെക്കുന്ന രീതിയിൽ എടുക്കുന്നുള്ളൂ. അത് അറിയില്ല, നോക്കട്ടെ എൻട്രി കിട്ടുമെന്ന്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്യാം. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ ഒരു എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചു തരാം. നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിലാണ് എടുത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞത് താഴെ ലിക്വിഡിറ്റി ടാപ്പ് ഇപ്പം മേലോട്ടേക്ക് എടുത്തൊരു ട്രേഡാണ്. ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണിച്ചു തരാം. ഈ ഒരു ക്യാൻഡിലാണ് തോന്നുന്നത്, അവിടെ ടാപ്പ് ചെയ്തപ്പോൾ ഡയറക്റ്റ് എടുത്താണ്. ഇത് നോക്കുകയാണെങ്കിൽ ഓർഡർ പൊസിഷൻസ് ലോഡായി വരുന്നുള്ളൂ. ഞാൻ ഫോണിലാണ് എടുത്തത്, അതുകൊണ്ടാണ് ഇതിലിപ്പോൾ കാണാത്തത്, ലോഡായി വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് മറ്റേ പൊസിഷൻ്റെ ടൂളും കാര്യങ്ങളൊക്കെ അതിൽ മാർക്ക് ചെയ്തേക്കാം, അപ്പോഴേക്കും ലോഡായി വരികയും. എൻട്രി വന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡിലായിരിക്കും. അതിൽ 30 പോയിൻറ്റ്സ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഈ റേഞ്ചിൽ വരും. SL 6 പോയിൻ്റാണ്, 6 പോയിൻ്റ് വരും, ഏകദേശം ഈ റേഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നില്ല, എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടോണ്ട് നമുക്ക് ഇഷ്ടം റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ്. അതിനെന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. സാറിലെ നമുക്ക് തൽക്കാലം ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി വന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 218.7 എൻട്രി വന്നത്. അപ്പോൾ 218.7 എന്ന് പറയുമ്പം ഓക്കെ ഇവിടെ ആയിരിക്കും എൻട്രി ചെയ്ത് 218.7. ടാർഗറ്റ് 30 പോയിൻറ്റും SL 6 പോയിൻറ്റുമാണ്. ടാർഗറ്റ് 248.7 കറക്റ്റ് 30 പോയിൻറ്റ്സിനാണ്. സോ എൻട്രി എടുത്ത് ടാർഗറ്റും വെച്ച് SLും വെച്ച് SL കുറച്ചുകൂടെ താഴെ ഏകദേശം ഈ റേഞ്ചിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എൻട്രി എടുത്ത് SL വെച്ച് ടാർഗറ്റ് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡിൻ്റെ അതേപോലെ തന്നെയാണ് അതും. SLും ടാർഗറ്റും സെറ്റ് ചെയ്ത് വലിയ ടാർഗറ്റും കാര്യങ്ങളൊന്നുമില്ല. 30 പോയിൻറ്റ്സ് ആണ്, 1:5 ട്രേഡാണ്. ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല, വെയിറ്റ് ചെയ്യാനുള്ളൂ. സോ ട്രേഡ് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കിയുള്ള ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ടാർഗറ്റ് അടിക്കുമോ അല്ലെങ്കിൽ SL അടിക്കുമോ എന്നുള്ളതൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഈ സംഭവം ഒന്ന് റെഡിയാക്കാൻ കഴിയുമോ എന്നും കൂടെ നോക്കിക്കോട്ടെ. ഇത് എന്താ പ്രശ്നം പറ്റിയെന്ന് അറിയില്ല, ഒന്ന് യൂട്യൂബിലെങ്ങനെ നോക്കിയിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കി നോക്കട്ടെ. പ്രൈവസി എറർ, ഇത് ആദ്യമായിട്ടാണ് ഫ്ലാറ്റ് ട്രേഡിങ് ഇങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നത്. പക്ഷേ ഫോണിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫോണിൽ ഭംഗിയായി കിട്ടുന്നുണ്ട്. ഞാൻ ഫോണിലാണ് ഇപ്പോൾ ട്രേഡ് എടുത്തതൊക്കെ. ഇത് റെഡി ആവുന്ന സമയത്ത് ഞാനിതും കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫ്ലാറ്റ് ട്രേഡ് ഇവിടെ റെഡി ഉണ്ട്. അത് ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് സംഭവം റെഡി ഉണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാം. നമ്മൾ നേരത്തെ എടുത്ത എൻട്രീൻ്റെ പ്രൈസ് 218.7 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യിച്ച ആ ഒരു ഏരിയയിൽ. സോ അത്യാവശ്യം പകുതിയോളം പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോകാനുള്ളൂ, കുറച്ചല്ല പകുതിയും കൂടെ പോകാനുള്ളൂ. അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യം കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. ചിലപ്പോൾ ടാർഗറ്റിന് തൊട്ടടുത്ത് വരെ പോയിട്ട് തിരിഞ്ഞ് SL അടിക്കാം. ഇടയ്ക്കടിക്കാൻ പറയുന്ന കാര്യമാണ്, എന്നാലും വീണ്ടും പറയുകയാണ്. കാരണം ഇങ്ങനെ ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് തിരിച്ച് SL അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലാവും. സോ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈൻഡിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. കാരണം മാർക്കറ്റിൽ എന്ത് സിറ്റുവേഷൻ വേണമെങ്കിൽ നടക്കാം, ചിലപ്പം അങ്ങനെ നടക്കാം. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, എന്തായാലും ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിക്കാം. ഓക്കെ, ആ ഒരു ട്രേഡ് നമ്മളെ കുറച്ച് ടൈമായിട്ട് ഇങ്ങനെ വട്ടം തിരിപ്പിച്ച് കളിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ലൈഫിൽ ഇങ്ങനത്തെ ഒരു ട്രേഡ്. കാരണം എൻട്രി എടുത്തതിന് ശേഷം ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എൻട്രി എടുത്തിട്ട് അത് ടാർഗറ്റ് തൊട്ടടുത്ത് വരെ മേലേക്ക് പോയി. ജസ്റ്റ് ഒരു 2-3 പോയിൻറ്റിനട്ടം അവിടുന്ന് മിസ്സാക്കിയിട്ട് താഴേക്ക് വന്ന് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് 30 പോയിൻറ്റ്സ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ടാർഗറ്റാണ്. നമ്മൾ മാനുവൽ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അടിച്ചോളൂ. അപ്പോൾ അത്ര അടുത്ത് വരെ ടാർഗറ്റിൻ്റെ പോയിട്ട് താഴേക്ക് വന്ന് അങ്ങനെ കുത്തനെ താഴെ വരെ വന്ന് SLൻ്റെ ആ ടാർഗറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഏകദേശം അടിച്ചെന്ന് വിചാരിച്ചതാണ്. അവിടെ നിന്നാണ് കുത്തനെ താഴെ വന്ന് SLൻ്റെ അടുത്ത് വരെ അടിച്ച്. അപ്പോൾ ഏകദേശം ഇനി ടാർഗറ്റ് മിസ്സായി SL അടിച്ചെന്ന് വിചാരിച്ചാൽ അവിടുന്ന് സാധനം വീണ്ടും കയറി വീണ്ടും ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയി. അവിടുന്ന് വീണ്ടും അത്യാവശ്യം താഴേക്ക് ഇപ്പോഴാണ് അവസാനം ടാർഗറ്റ് അടിച്ചത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രേഡിങ് ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള. നമുക്ക് ഫ്ലാറ്റ് ട്രേഡിൽ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതും ബുക്ക് ആയത് കറക്റ്റ് 4500-നാണ് രണ്ടും ബുക്കായത്. ടാർഗറ്റ് 30 പോയിൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ് ടാർഗറ്റ് വെക്കുന്നതിനകത്ത് അങ്ങനെ വല്ലാണ്ട് സ്ലിപ്പേജും കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് 4500-നാണ് എക്സിറ്റ് ആവല്. മറ്റേ SLലാണ് ചെറിയ വ്യത്യാസം വരല്, ചെറിയ സ്ലിപ്പേജോ കാര്യങ്ങളൊക്കെ വരല്. SL 900 വെച്ചാലും അതിലും കുറച്ച് കൂടുതലൊക്കെ വരല്. സോ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ട്രേഡ് ഇവിടുന്ന് കുത്തനെ കയറി ടാർഗറ്റിൻ്റെ തൊട്ടടുത്തെത്തി അവിടുന്ന് വന്ന് ഇവിടുന്ന് പോയി അങ്ങനെയൊക്കെ കളിച്ച് വല്ലാത്തൊരു ട്രേഡാണ്. ഈ ഇതിൽ വന്ന 2 കേസും ചില സമയത്ത് ഉണ്ടാവില്ല. അതായത് ഇവിടുന്ന് നേരെ ടാർഗറ്റിന് തൊട്ടടുത്ത് പോയി SL അടിക്കുന്ന കേസ് ഉണ്ടാവില്ല. അതേപോലെ ഇവിടുന്ന് താഴെ SLൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് ടാർഗറ്റിലേക്ക് പോകുന്ന കേസും ഉണ്ടാവില്ല, രണ്ടും ഉണ്ടാവില്ല. പക്ഷേ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയി അവിടുന്ന് താഴെ വരെ വന്ന് SL അടിക്കാതെ വീണ്ടും പോയി അവിടുന്ന് വീണ്ടും താഴെ വന്ന് ഇങ്ങനെയൊക്കെ വോളറ്റൈലായിട്ട് ഇതുവരെ ഒരു ട്രേഡ് ഉണ്ടായില്ല. വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ജസ്റ്റ് മിസ്സായിട്ട് അവിടുന്നും ഇവിടുന്നും ഒരേപോലെ മിസ്സായി വന്നിട്ട് ഉള്ള ട്രേഡ് ഫസ്റ്റ് ടൈമാണ്. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടാനായി കുറേ കൊല്ലങ്ങളെ ഇതൊന്ന് ഇനി ഇതുപോലത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് മാർക്കറ്റിൽ വരാനുണ്ടാവും. ഓക്കെ, എന്തായാലും ഇന്നത്തെ 2 ട്രേഡ് നല്ല അടിപൊളിയായിട്ടുള്ള 2 ട്രേഡാണ്. ഇനി കുറച്ച് വോളറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും അത്യാവശ്യം നല്ല 2 ട്രേഡ്സ് തന്നെയാണ്. ഇനി എന്താണെന്നുള്ള പറയാൻ പറ്റില്ല. ഇനി എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഇവിടുന്ന് മേലേക്ക് തന്നെ പോകാനാണ് ചാൻസ്. കാരണം അടിയുള്ള ലിക്വിഡിറ്റിയാണ് എടുത്ത് നിൽക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ താഴേക്ക് പോയാലും പിന്നെ വീണ്ടും മേലേക്ക് തന്നെ കയറാനാണ് ചാൻസ് എന്ന്. അപ്പോൾ ആ ഒരു ഇതിലാണ് രണ്ടാമത്തെ ട്രേഡ് എടുത്തത്. ഇവിടുന്ന് ഇനിയും മേലേക്ക് തന്നെ പോകാനായിരിക്കും ചാൻസ്. പക്ഷേ നല്ല എൻട്രി കിട്ടിയാൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അതെല്ലാം മാർക്കറ്റ് നല്ല ഹെവി ബെയറിഷായി പോകുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഒന്നും മൈൻഡ് ചെയ്യേണ്ട, താഴേക്ക് കുത്താനെ പോകും. അതല്ലാതെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ താഴത്തെ ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇനി മേലേക്ക് പോകാനായിരിക്കും ചാൻസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ ഇനിയും എടുക്കും, അതല്ലാണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം ഇനി പുതിയ എൻട്രി എടുക്കുന്നുണ്ടോ ഇല്ലേ എന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ മാർക്കറ്റ് അവിടെ നിന്നൊരു ഹെവി ബുള്ളിഷ് മൂവ്മെൻ്റ് ഒക്കെ തന്ന്, ഹെവി എന്ന് പറഞ്ഞാൽ പറയാം ഹെവിയാണ്. നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തെടുത്തുനിന്ന് പിന്നെ കുത്തനെ മേലേക്ക് കയറിയത് പ്രീമിയൊക്കെ പറക്കുകയാണ്. ഇനി അത്രയും നേരം കൺസോൾട്ടേറ്റിംഗ് ആയിട്ട് കുറേ മെനക്കെട്ട് ടാർഗറ്റ് അടിച്ചു. പക്ഷേ അതിന് ശേഷം കുത്തനെ കയറി ഓരോ ലിക്വിഡിറ്റിയിലൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഡേ ഹൈ എടുക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ഇനിയും മേലെ പോയി ഡേ ഹൈ ഒക്കെ എടുക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. നമുക്കെന്തായാലും ഇതിലൊന്നും കാര്യമില്ല. നമ്മൾ എൻട്രി എടുത്ത് കറക്റ്റ് 1:5 ആണ് നമ്മുടെ ടാർഗറ്റ്. അവിടെ ഇറങ്ങി ഇത് ഇങ്ങനെ ഇത്രയും വലിയ പോക്കൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും അടുത്ത ട്രേഡ് ഇങ്ങനെ ബുക്ക് ചെയ്യുക, 30 പോയിൻറ്റ്സ് ഒന്നും വെക്കണ്ട, വലിയ ടാർഗറ്റ് വെക്കാനൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെ തോന്നുന്നു. അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ല, നല്ല സ്ട്രാറ്റജി തന്നെയാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണ്. കാരണം ഇപ്പോൾ എടുത്തതിൻ്റെ എത്രയോ ഇരട്ടിയൊക്കെ ആയിരിക്കും പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടുക അത്രയും വലിയ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ഇമോഷൻ സൈഡ് അത്രയും അടിപൊളിയായിരിക്കും. അത്രയും എന്ന് വെച്ചാൽ ഇമോഷൻ തീരെ ഇല്ലാതെ അത്രയും പീക്ക് ലെവൽ ഓഫ് ഇമോഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇത്രയും കയറി ഇങ്ങനെ കയറണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തോന്നും അങ്ങനെ വെക്കാൻ. പക്ഷേ ഇതിപ്പോൾ നേരെ ഇവിടുന്ന് തിരിച്ച് SL അടിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് താഴേക്ക് കയറിയിട്ടുണ്ട്, അത് കയറാനും ചാൻസ് ഉണ്ട്, അതേപോലെ തിരിച്ച് വരാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വലിയ ടാർഗറ്റാണ് വെച്ചായിരിക്കും, ഡേ ഹൈ ഒക്കെ ടാർഗറ്റ് വെച്ചായിരിക്കും. അങ്ങനെ വെച്ചിട്ട് ഈ സാധനം ഇത്രയും പോയിട്ട് നേരെ തിരിച്ച് വന്ന് SL അടിക്കാനായിരിക്കാം. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇമോഷൻ ഉണ്ടല്ലോ നമുക്ക് താങ്ങാൻ കഴിയില്ല. അത് ഉറപ്പാണ്. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് താങ്ങാൻ കഴിയില്ല ഇമോഷൻ. 99% ആൾക്കാർക്കും ആ ഒരു ഇമോഷൻ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്രയും ഹൈ ടാർഗറ്റ് അടിക്കുന്ന രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്താൽ പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. പക്ഷേ ഇമോഷൻ കൺട്രോൾ ചെയ്ത് നമ്മളെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ വിന്നിങ് പ്രോബിലിറ്റി വല്ലാണ്ട് അങ്ങോട്ട് കുറയും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ 1:5 തന്നെ ബുക്ക് ചെയ്യാന്നുള്ള രീതി ചെറിയ ടാർഗറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു 100 ട്രേഡ്സിൽ ഒരു 30-40 ട്രേഡ്സൊക്കെ ടാർഗറ്റ് അടിക്കുന്നുണ്ട് വിചാരിക്കാം. അത് ഈ രീതിയിൽ വലിയ ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ
100 എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ ഒരു 5 10 അങ്ങനെയൊക്കെ ആയിരിക്കും അടിക്കുക. കാരണം റിസ്ക് റിവാർഡ് അത്രയും കൂടുതലാണ്. 1:20 30 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയും വലിയ റിസ്ക് റിവാർഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കുറേ SL അടിക്കും, നിരത്തി നമുക്ക് SL അടിക്കും. ഇതിൽ വല്ലപ്പോഴേ ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഓവറോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും, നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. പക്ഷേ ആ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പണ്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ പിന്നെ അതിന് അത്രയും ഫണ്ട് വേണം. കാരണം അടുപ്പിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് SL വരുന്ന സമയത്ത് നമുക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫണ്ടും വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അത് വളരെ നല്ല മെത്തേഡ്, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡിനെക്കാട്ടും നല്ല മെത്തേഡാണ്. വലിയ ടാർഗറ്റ് വെക്കുന്നതും അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് ഒന്നെങ്കിൽ SL അടിക്കുക അല്ലെങ്കിൽ വലിയ ടാർഗറ്റ് അടിക്കാനുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതും. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടാണ്. ആ ഒരു ലെവലിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ എത്താൻ കഴിയുള്ളൂ എന്തായാലും. അങ്ങനെ ഇന്നത്തെ ട്രേഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് ചെറിയൊരു ട്രേഡ് എടുത്തിന് അത് ടാർഗറ്റ് അടിച്ച്, അതിനുശേഷം ഇവിടെ ഒരു ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്ത് അവിടെ നിന്നും ചെറിയൊരു ട്രേഡ് എടുത്തിനുണ്ട്, അതും ടാർഗറ്റ് അടിച്ച്, അതിനുശേഷം കുത്തനെ മേലേക്ക് പോയിട്ട് മേലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത്, താഴെ ഒരുപാട് ലിക്വിഡിറ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടാണ് മേലേക്ക് പോയത്. അങ്ങനെ മേലെ പോയി മേലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും കുത്തനെ ഇവിടുന്ന് ചെറിയൊരു എൻട്രി പോലൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇന്ന് ഓൾറെഡി 2 ട്രേഡ് എടുത്ത് ടാർഗറ്റ് അടിച്ച് നിൽക്കുന്നതുകൊണ്ടും ഇനി പുതിയൊരു ട്രേഡ് എടുക്കേണ്ട വിചാരിച്ചു. അതുകൊണ്ട് വേറെ ട്രേഡും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണുന്ന രാവിലെ എടുത്ത 2 ട്രേഡ് മാത്രമേ ഉള്ളൂ, വേറെ പുതിയ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല ഇനി. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ചിലവർ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കണം എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അതിൽ ഇത് പഠിപ്പിക്കാനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസിനെ പറ്റി വലിയ പഠിത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് മുന്നേ ഈ ഒരു NISM-ൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടേനി. അതൊരു എക്സാം എഴുതി പാസ്സായാൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് NISM-ൻ്റെ എക്സാം എഴുതിയാൽ കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണ്. അത് സെബീൻ്റെ അണ്ടറിലുള്ളതാണ്. സക്സസ്ഫുൾ ആസ് റിക്വയർഡ് അണ്ടർ ദ സെബീൻ്റെ അണ്ടറിലാണ്. അതിൽ എടുത്തത് 2024 ജനുവരി 19-നാണ്. അതായത് ഒരു കൊല്ലത്തിലും കൂടുതലായി, 1.5 കൊല്ലം ആവാനായി ഉണ്ടാവും. പക്ഷെ അതിൻ്റെ വാലിഡിറ്റി ആകെ 3 കൊല്ലം ഉണ്ടാവുള്ളൂ. 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് വീണ്ടും എഴുതണം. 3 കൊല്ലം മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ NISM-ൻ്റെ അണ്ടറിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 15 എക്സാം ഇട്ടുണ്ട് ഇതിപ്പോൾ NISM സീരീസ് 8 ആണ്. അതുപോലെ NISM സീരീസ് 1, 2, 3 അങ്ങനെ 15, 16 അങ്ങനെ കുറേ എക്സാം ഉണ്ട്. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിൽ ഞാൻ എഴുതിയത് 8 ആണ്. 8 എന്ന് പറഞ്ഞത് ഇക്വിറ്റി ഡെറിവേറ്റീവ് സർട്ടിഫിക്കേഷൻ എക്സാമാണ്. അത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ നിഫ്റ്റീൻ്റെയും അതേപോലെ മറ്റേ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, റിലയൻസ് അങ്ങനത്തെ ഓരോ സ്റ്റോക്കിൻ്റെയും ഇൻഡെക്സിൻ്റെയും ഒക്കെ ഫ്യൂച്ചറും ഡെറിവേറ്റീവ്സും അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണിത്. അത് കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ NISM-ൽ ബാക്കി എക്സാം വെച്ചാൽ ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ, പിന്നെ ഫണ്ട് മാനേജ്മെൻറ്റ്, റിസർച്ച് അനലിസ്റ്റ് അങ്ങനെയുള്ള പല എക്സാമും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഓപ്ഷൻസിൻ്റെ ആയതുകൊണ്ട് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സ് അതിൽ ഓപ്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ സീരീസ് 8 എക്സാമിൻ്റെ സർട്ടിഫിക്കേഷനാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇത് ഇതുവരെ ചാനലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്. അത് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് ചോദിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.